ശരി കേട്ടോ, ഉപകാരമുണ്ട്. ശരി ചേട്ടാ. ചേട്ടാ പിന്നെ അവിടെ ഈ ഇതാണ് കല്യാണക്കാരും ഒന്നും റെഡി ആയില്ലേ? ആരുടെ? ചേട്ടൻ്റെ. എന്റെ ഇല്ല. എന്തേ? എല്ലാവരും വല്ലതും ഉണ്ടാ? അല്ല, ഞാൻ കൊച്ചിലേ തൊട്ട് കേൾക്കുകയാണ് ചേട്ടൻ ഇങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്, പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല. നീ മറ്റേ തെക്കേതിലെ സുലോചനയുടെ മകനല്ലേ? സുലോചന അമ്മ അറിയോ? പിന്നെ അമ്മ അറിയാലോ. ഞാൻ നിന്റെ അമ്മ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കല്യാണം നടന്നു. ഇപ്പൊ നിന്റെ അത്ര പോന്നൊരു മകൻ ഉണ്ടായാനു. അവൾക്ക് അന്ന് തന്നെ പറ്റിയില്ല. കാരണം നമ്മൾ ഈ മണ്ണിലെ പണിയെടുക്കണവനാണ്, കൂലിപ്പണിക്കാരനാണ്, വിദ്യാഭ്യാസം ഇല്ല, സർക്കാർ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ദുബായിക്കാരോടായിരുന്നു കമ്പാമ്മക്കേ. എന്നിട്ടൊരു ദുബായിക്കാരനെ കെട്ടിയത്, കൊണ പറഞ്ഞ് കെട്ടിയത്. അവൻ കെട്ടിയിട്ട് പിന്നെ അവൻ ഗൾഫിലൊന്നും പോയില്ല. അച്ചപ്പളുമില്ലേ? അച്ചപ്പളുണ്ട്. ഇതൊക്കെ മുടക്കം നടക്കുമല്ലേ? അല്ലേ? വീടിന്റെ ജപ്തിയായി എന്താ പറയണത്? അല്ല, ജപ്തിയൊന്നും ആയില്ല, ഒരു നോട്ടീസ് വന്ന് കിടപ്പുണ്ട്. കഷ്ടത്തിലാ പോലെ. ഇതെന്റെ വണ്ടിയാ? അല്ല, എന്റെ കൂട്ടുകാരൻ. അതാ ഞാൻ പറഞ്ഞു, രണ്ടൊന്നും ഇല്ലല്ലേ. അമ്മോട് പറഞ്ഞേക്കിട്ടാ, ഗിരിരാജപ്പ സുഖമായി ജീവിക്കുന്നുണ്ട്, ലക്ഷപ്രഭുവാണെന്ന് പറഞ്ഞേക്ക്. അത്യാവശ്യം സ്ഥലമുണ്ട്, കൃഷിയുണ്ട്, സുഖമായി പോണെന്ന് പറഞ്ഞേക്കിട്ടാ. സന്തോഷമായില്ലേ? അപ്പൊ സന്തോഷം. എന്റെ തെറ്റാണ് കേട്ടോ, അവിടെ ഒന്ന് ചേട്ടനെ ഇവിടം വരെ കൊണ്ടാക്കിയില്ല. അയ്യടെ മോനെ, അതിലൊരു തെറ്റുമില്ല. പ്രായമുള്ളവർ കൈ കാണിച്ചു കഴിഞ്ഞാൽ കയറ്റി കൊണ്ടുവരണമൊക്കെ നല്ലതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് തന്റെ കുരുട്ട് ചോദ്യം ഉണ്ടല്ലോ, മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ അതിൽ ആനന്ദം കാണുന്ന ഒരു ചോദ്യം, അതിനെ ആരോടും ചോദിക്കരുത് കേട്ടാ. എന്തായാലും കല്യാണം ശരിയാവുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടാ. പൊക്കോ. ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ, നിയമം തെറ്റിക്കല്ലേ. വെക്കും. ആദ്യം അവനോ നന്നാവ് കേട്ടാ. ചെല്ലു. പൊക്കോ. കല്യാണം കഴിപ്പിക്കാൻ നടക്കണം വാട്ടി.